നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 6, 7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 5-ന് വൈകിട്ട് 5:27 PM മുതൽ ഏപ്രിൽ 8-ന് രാവിലെ 5:53 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ ആദ്യം പറയാം. 6-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 7-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. ഇനി രാഹുകാലം നോക്കാം. 6-ാം തീയതി രാവിലെ 7:55 AM മുതൽ രാവിലെ 9:26 AM വരെയാണ് 6-ാം തീയതി രാഹുകാലം. 7-ാം തീയതി ഉച്ചയ്ക്ക് 3:31 PM മുതൽ വൈകിട്ട് 5:02 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 6-ാം തീയതി രാവിലെ 4:47 AM മുതൽ 5:35 AM വരെയാണ് 6-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 7-ാം തീയതി രാവിലെ 4:46 AM മുതൽ രാവിലെ 5:34 AM വരെയാണ് 7-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 6-ാം തീയതി ഉച്ചയ്ക്ക് 12:05 PM മുതൽ ഉച്ചയ്ക്ക് 12:53 PM വരെയാണ് 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:04 PM മുതൽ ഉച്ചയ്ക്ക് 12:53 PM വരെയാണ് 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 6-4-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 9, 0, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 7-4-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 4, 9, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണയായിട്ട് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലം നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ചൊവ്വ, ശനി, സൂര്യൻ ഇവ പ്രതികൂലമാണ്. ചന്ദ്രനും ഈ ദിവസങ്ങളിൽ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകുമെങ്കിലും തടസ്സങ്ങളാണ് പൊതുവെ കാണുന്നത്. ഭാഗ്യപരീക്ഷകളിലും ചെറിയ സാധ്യതയുണ്ട്. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. എല്ലാം നേടാവുന്ന ദിവസങ്ങളാണെങ്കിലും പൊതുവെ ഈ ചൊവ്വയും ശനിയും കൂടി അഗ്നിമാരുത യോഗം സൃഷ്ടിക്കുന്നതുകൊണ്ട് പൊതുവെ ഇടവൻ രാശിക്ക് മാത്രമല്ല പൊതുവെ 12 രാശിക്കാർക്കും ചെറിയ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും.
രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽ ലാഭം, തൊഴിൽ വിജയം, സന്താന നേട്ടം, പിതൃഗുണം, പിന്നെ ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴാഴ്ച നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ വിജയം ഇവയൊക്കെ മീനം മേടം മാസങ്ങളിൽ മിഥുനം രാശിക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ മിഥുനം രാശിക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനിയും വ്യാഴവും പ്രതികൂലം. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഗുണാധിക്യം പറയുന്നു. ഇനി കർക്കിടകം രാശി. പുണർതം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. സർപ്പവും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കാര്യമായ അനുകൂലമായ ഗ്രഹങ്ങൾ ഇപ്പോഴില്ല, പക്ഷേ അത് താമസിയാതെ ഉണ്ടാവും. പൊതുവെ കർക്കിടക രാശിക്ക് കാത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോഴല്ല, കുറച്ച് കൂടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കർക്കിടകം രാശിക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. ചിങ്ങം രാശിക്ക് പ്രതികൂലമാണ് ഈ ദിവസങ്ങൾ. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എന്തായാലും ചന്ദ്രൻ പ്രതികൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും പൊതുവെ ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശുക്രനും വ്യാഴവും അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാര്യം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ധനവരമൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു തടസ്സവും, അത് മാത്രമല്ല അതൊക്കെ കയ്യിൽ നിലനിൽക്കാതെ വ്യർത്ഥമായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ചിങ്ങം രാശിക്കാരെ തീർച്ചയായിട്ടും ഈശ്വരവുമായിട്ട് ചേർന്ന് നിന്നിയാൽ ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി കന്നിരാശി. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവിടെ ചൊവ്വ, ശനി, സൂര്യൻ ഇവർക്ക് 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. എങ്കിലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഭൗതിക സുഖങ്ങൾക്കും ഒരു പൊലിമ കുറയും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ടെങ്കിലും തടസ്സങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് വ്യാഴം ജൂൺ 2-ന്, അതായത് ഏകദേശം ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് ഭാഗ്യ സ്ഥാനത്തുനിന്ന് മാറും. അപ്പോൾ ജൂൺ 2-ന് മുമ്പ്, ഓക്കെ, ഏകദേശം 58 ദിവസങ്ങളും കൂടി വ്യാഴം അനുകൂലമാണ്. അതിനുശേഷം
ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജൂൺ 2 മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം. എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ വിജയം അത് ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം വ്യാഴം അനുകൂലമായതിനാൽ. പക്ഷേ ജൂൺ 2 വരെ ഈ അവസ്ഥ ഉള്ളൂ. അപ്പോൾ ഒരു 58 ദിവസം നമ്മൾ ഏറ്റവും ബുദ്ധിപൂർവം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം അനുകൂലമായ ഈ അവസ്ഥ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം പ്രതികൂലമാണ്. ഭൗതിക സുഖങ്ങൾക്ക് പൊലിമ കുറയും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. പിന്നെ കാര്യമായ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊന്നും തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. ഭൂരിപക്ഷവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. ചന്ദ്രനും പ്രതികൂലമാണ്. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങളും വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു തടസ്സം പ്രതീക്ഷിക്കുക. വാഹനാപകടങ്ങൾ സൂക്ഷിക്കുക. അപകടങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ ഇവർക്ക് വരുന്ന പണം മുഴുവൻ തന്നെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ വരികയാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു, ചന്ദ്രൻ ഉൾപ്പെടെ. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം. ശനി അനുകൂലമായതിനാൽ എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. സൂര്യൻ അനുകൂലമായതിനാൽ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ വിജയം, സന്താന ഗുണം, പിതൃഗുണം ഇവ ഉണ്ടാകും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് അതല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ജൂൺ 2 മുമ്പായിട്ട് കുറച്ച് കാലം
നല്ല കാലമൊക്കെ വരാൻ തുടങ്ങുന്നു. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ ഞങ്ങൾ പറയുന്നത് കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഏകദേശം ജൂൺ 2 മുമ്പായിട്ട് കുറച്ച് കാലം ഗുണാധിക്യമുള്ള കാലം വരും. ഒക്കെ കാത്തിരിക്കുക. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ജന്മത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കൂടാതെ ബുധനും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ധനവരവും ഭൗതിക സുഖങ്ങളുമൊക്കെ കിട്ടേണ്ട കാലമാണ്. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സമാണ് പൊതുവെ കാണുന്നത്. മീനം രാശിക്ക് ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.